partial differential equation from z is equal to xy into f of x square plus y square plus z square. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഇക്വേഷനെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ, ദെൻ യൂസിങ് ദ ഇക്വേഷൻസ് വി ക്യാൻ എലിമിനേറ്റ് ദ ആർബിട്രറി ഫംഗ്ഷൻ എഫിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് z is equal to xy into f of x square plus y square plus z സ്ക്വയറിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ഈ എഫിനെ ഈ ഫംഗ്ഷനെ ഒരു സൈഡിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ബാക്കി ടേംസിനെ ഒരുമിച്ച് കൊണ്ടുവരാം. എഫ് ഓഫ് എക്സ് വൈനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാറ്റി എഴുതിയ ഇക്വേഷനെ 1 എന്ന് കൊടുക്കാം. ഇനി പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. അപ്പം ലെഫ്റ്റ് സൈഡിനെ നമുക്ക് ഈ ഇക്വേഷനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൂടെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഇസഡ് ഡിവൈഡഡ് ബൈ our function is z divided by xy ആണ്. അപ്പോൾ ഇതിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ y കോൺസ്റ്റൻ്റ് ആണ്, അല്ലേ? y കോൺസ്റ്റൻ്റ് ആണെങ്കിൽ z ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വൈയിൽ y കോൺസ്റ്റൻ്റ് ആണ്, അതിൽ 1/y എന്ന് വരും. അതായത് 1/y കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. പിന്നീട് ബാക്കിയുള്ള ഫംഗ്ഷൻ z ഡിവൈഡഡ് ബൈ എക്സ് ആണ്. z ബൈ എക്സ് വൈയിൽ നിന്ന് 1/y കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ മിച്ചമുള്ളത് z ഡിവൈഡഡ് ബൈ എക്സ് ആണ്. ഇസഡും എക്സും, ഇസഡിലും എക്സിൻ്റെ ഫംഗ്ഷൻ, z എക്സിൻ്റെ ഫംഗ്ഷനാണ്, ഡിനോമിനേറ്ററിലും എക്സ് ആണ്. അതായത് ഇതൊരു കോഷ്യൻ്റ് ആണ്, മുകളിലും താഴെയും എക്സിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് കോഷ്യൻ റൂളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇസഡ് ഡിവൈഡ് ബൈ എക്സ് ബൈ വൈനെ എക്സ് വെച്ച് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ 1/y കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇസഡ് ഡിവൈഡഡ് ബൈ എക്സിനെ കോഷ്യൻ റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞത് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് ന്യൂമറേറ്റർ ഇസഡ് ആണ്, അതിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, മൈനസ് ന്യൂമറേറ്റർ ഇസഡ് ഇൻറ്റു ഡിനോമിനേറ്റർ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു 1 ആണല്ലോ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇത്രയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് വരിക. ഇനി റൈറ്റ് സൈഡോ എഫിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു നമുക്കൊരു ടേം കൂടെ വരും, എക്സ് സ്ക്വയർ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവും കൂടെ എഴുതണം. എന്താണ്? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x, വൈ സ്ക്വയറിൻ്റേത് 0 ആണ്, ഇസഡ് സ്ക്വയറിൻ്റെ 2z ഇൻറ്റു ഡോ z ബൈ ഡോ എക്സ് ആണ്. കാരണം ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമ്മളിവിടെ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതൊന്നും കൂടെ എടുത്ത് എഴുതുവാണെങ്കിൽ 1/y ഇൻറ്റു ഉള്ളിൽ ഡോ z ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പി ആണ്, px മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, റൈറ്റ് സൈഡിലോ എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു 2x പ്ലസ് 2z ഇൻറ്റു പി എന്ന് വരും. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ നമുക്ക് 2 എന്ന് കൊടുക്കാം. അപ്പോൾ പാർഷ്യലി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഗെറ്റ് ദ ഇക്വേഷൻ 2. അതുപോലെ തന്നെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. അപ്പോൾ വൈ വെച്ച് ചെയ്യുമ്പോഴോ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈയിൽ വൈ വെച്ച് ചെയ്യുമ്പോൾ ഈ 1/x എന്ന് പറയുന്ന ടേം കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇസഡിലും വൈയിലും വൈ ഉള്ളതുകൊണ്ട് കോഷ്യൻ റൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇസഡ് ബൈ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സിൻ്റെ ചെയ്ത അതേ രീതിക്ക് തന്നെയാണ് നമ്മളിവിടെ വൈയുടെയും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1നെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/x ഈസ് കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട്. പിന്നെ ഇസഡ് ബൈ വൈക്ക് ന്യൂമറേറ്റർ വൈ ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വൈ
മൈനസ് ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ്, അതുപോലെ തന്നെ ന്യൂമറേറ്റർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് മുമ്പേ ചെയ്ത പോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0, വൈ സ്ക്വയറിൻ്റേത് 2y, ഇസഡ് സ്ക്വയറിൻ്റേത് 2z ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വൈ. ഓക്കെ, അപ്പോൾ നമ്മളിനി അതിനൊന്ന് ഒരു സ്റ്റെപ്പ് കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ 1/x ഇൻറ്റു qy മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു 2y പ്ലസ് 2zq എന്ന് കിട്ടും. ഇപ്പം നമ്മുടെ ഇക്വേഷൻ 3 ആയി. അപ്പോൾ ഇക്വേഷൻ 2 നമ്മുടെ കയ്യിലുണ്ട്, ഇക്വേഷൻ 3 ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഫ് എലിമിനേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇക്വേഷൻ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് അല്ലേ. നോക്കിയേ, നമ്മൾ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 3 എഴുതുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 3 ഗീവ്സ് ലെഫ്റ്റ് സൈഡ് 1/y ഇൻറ്റു ഇക്വേഷൻ 2വിൻ്റെ ലെഫ്റ്റ് സൈഡ് px മൈനസ് ഇസഡ് ബൈ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ തേർഡ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് 1/x ഇൻറ്റു qy മൈനസ് ഇസഡ് ബൈ വൈ സ്ക്വയർഡ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ എഫ് ഡാഷ് ഉണ്ട്, ഇവിടെയും എഫ് ഡാഷ് ഉണ്ട്, അത് തമ്മിൽ ക്യാൻസലായി പോകും. പിന്നെ അവിടെ റിമെയിൻ ചെയ്യുന്നത് 2x ബൈ 2zp ആണ്. താഴെ റിമെയിൻ ചെയ്യുന്നത് 2y പ്ലസ് 2zq. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇക്വേഷനിലേക്ക് എത്തി. ഇനി ജസ്റ്റ് ഒന്ന് നമ്മളതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1/y ന്യൂമറേറ്റർ എങ്ങനെ വരും? 1/y ഇൻറ്റു px മൈനസ് ഇസഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഇതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം 2y പ്ലസ് 2zq ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ നമുക്ക് 2x പ്ലസ് 2zp ഇൻറ്റു ഇതിന് റൈറ്റിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം 1/x ഇൻറ്റു qy മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ. ഇനി നമുക്ക് കുറച്ച് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, വളരെ എളുപ്പമാണ്. px മൈനസ് ഇസഡ് ഇൻറ്റു ഈ 2 വെളിയിലെടുക്കുവാണെങ്കിൽ y പ്ലസ് ഇസഡ് ക്യൂ എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയർ വൈ ഡിനോമിനേറ്ററിൽ. ഈ റൈറ്റ് സൈഡിലാണെങ്കിൽ 2 ഔട്ട് സൈഡ് എടുത്താൽ എക്സ് പ്ലസ് ഇസഡ് പി ഉണ്ട്. അടുത്ത ടേം qy മൈനസ് ഇസഡ് ബൈ ഇവിടെ എക്സ് വൈ സ്ക്വയർ ഡിനോമിനേറ്ററിൽ എക്സ് വൈ സ്ക്വയർ. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ ഒരു y ക്യാൻസലായി പോവും, പിന്നെ ഒരു എക്സും ക്യാൻസലായി പോവും. അപ്പം നമുക്കിവിടെ ഈ വൈനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ എക്സിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതുപോലെ ഈ 2ഉം ക്യാൻസലായി പോവും. അപ്പോൾ ഈ വൈനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഇൻറ്റു px മൈനസ് ഇസഡ് ഇൻറ്റു വൈ പ്ലസ് ഇസഡ് ക്യൂ ഈസ് ഈക്വൽ ടു ഈ എക്സിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഇസഡ് പി ഇൻറ്റു ക്യൂ വൈ മൈനസ് ഇസഡ്. ഇത്ര എഴുതുമ്പോഴാണ് അതൊരു ഇക്വേഷൻ ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വരെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇക്വേഷൻസ് ഓൾമോസ്റ്റ് കറക്റ്റാണ്. പിന്നെ പറ്റുമെങ്കിൽ ഒരു സിംപ്ലിഫിക്കേഷൻ കൂടെ ചെയ്യുമ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, താങ്ക് യു.